പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 18 വ്യാഴം. യഹസ്കേൽ പ്രവചനം 33 അധ്യായം 11 വാക്യം. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവിൻ, തിരിവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയാം. ബൈബിളിലെ ദൈവഹൃദയം ഏറ്റവും സുതാര്യമായി വെളിപ്പെടുത്തുന്ന വചനങ്ങളിൽ ഒന്നാണ് യഹസ്കേൽ 33:11. അവിടെ പറയുന്നു, ദുഷ്ടൻ മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല, ദുഷ്ടൻ തൻ്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. ഇത് ഒരു ന്യായവിധി പ്രഖ്യാപനമല്ല, കരുണയുടെ വിളിയ. ഇത് ശിക്ഷയുടെ വാക്കല്ല, ജീവിതത്തിലേക്കുള്ളതായ ക്ഷണമാണ്. ദൈവത്തിൻ്റെ നീതി ശിക്ഷിക്കുന്നില്ല എന്ന ബോധ്യം ഇവിടെ നടത്തുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം രക്ഷിക്കുന്നു എന്ന ചിന്തയിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, യഹസ്കേൽ ഈ പറഞ്ഞതായ അവസരത്തിൽ ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിൽ കഴിയുന്നതായ അവസ്ഥയിലാണ്. ദേവാലയം തകർന്നിരിക്കുന്നു, നാട് നഷ്ടപ്പെട്ടു. ജനങ്ങൾ പറയുകയാണ്, നമ്മുടെ പാപങ്ങൾ കാരണം ഇനി പ്രത്യാശയില്ല. ഈ സമയത്താണ് ദൈവം യഹസ്കേലിനോട് പറയുന്നത്, നീ കാവൽക്കാരനാ, നിന്റെ ദൗത്യം ശിക്ഷ അറിയിക്കുക എന്നതല്ല, തിരിച്ചുവരവിന് വഴിയൊരുക്കുക എന്നതുമാണ്. അതിനാലാണ് ദൈവം ഇങ്ങനെ സത്യം ചെയ്തു പറയുന്നത്, എൻ്റെ ജീവനെ ചൊല്ലി ഞാൻ പറയുന്നു. ദൈവം തൻ്റെ ജീവനെ സാക്ഷിയാക്കി പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴമാണ് തുറന്ന് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ മടങ്ങി വരുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവം പ്രവാസത്തിലും ന്യായാധിപൻ എന്നതിനേക്കാൾ ഉപരി മടങ്ങി വരുന്നതായ അതിനെ കാത്തിരിക്കുന്ന ഒരു പിതാവാണ് എന്ന് ഇവിടെ തെളിയുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സ് അത് മരണത്തിലല്ല, ജീവിതത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ നീതി പറയുന്നു, തെറ്റുണ്ടെങ്കിൽ ശിക്ഷയുറപ്പാ. പക്ഷെ ദൈവത്തിൻ്റെ ഹൃദയം പറയുന്നു, തെറ്റുണ്ടെങ്കിലും തിരിഞ്ഞാൽ രക്ഷ ഉറപ്പാണ്. ദൈവം പറയുന്നു, എനിക്ക് ദുഷ്ടൻ മരിക്കുന്നത് ഇഷ്ടമല്ല. ദൈവം മരണത്തിൻ്റെ ആരാധകനല്ല, ദൈവം ജീവിതത്തിൻ്റെ ഉറവിടമാണ്. ദൈവം ശിക്ഷിക്കാൻ അവസരം തേടുന്നില്ല, രക്ഷിക്കാൻ വഴികൾ തേടുകയാണ്. ഇവിടെ നമ്മോട് പറയുന്നതായ കാര്യം ഇതാണ്, തിരിയുക. ഈ വാക്യത്തിലെ ശക്തമായ വാക്ക് മരണമല്ല, ശിക്ഷയല്ല, തിരിയുക എന്നതാണ്. തിരിയുക എന്നത് പാപം നിഷേധിക്കുന്നത് മാത്രമല്ല, ദൈവത്തിങ്കിലേക്ക് ദിശ മാറ്റല. ഒരു തിരിയൽ ജീവിതമാണ്, അതൊരു തീരുമാനമാണ്. പാപത്തിൽ നിന്ന് തിരിയുന്നത് അപമാനമല്ല, പാപത്തിൽ തുടരുന്നതാണ് യഥാർത്ഥത്തിൽ നാശം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. വചനത്തിൽ ഉള്ളതായ മുന്നറിയിപ്പ് ജനത്തെ ഭീഷണിപ്പെടുത്തുവാനായിട്ടല്ല, നശിപ്പിക്കാതെ ഇരിക്കുവാനായിട്ടാണ്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ശിക്ഷയുടെ തുടക്കമല്ല, രക്ഷയുടെ അവസാന വിളിയാണ്. ദൈവം മിണ്ടാതെ ഇരുന്നെങ്കിൽ ജനങ്ങൾ വഴിതെറ്റി നശിച്ചേനെ. അവൻ വിളിക്കുന്നു ഇന്നും ജീവൻ രക്ഷിക്കുവാനായിട്ടാണ്. യഹസ്കേൽ 33:11 നമ്മോട് ചോദിക്കുന്നു, നീ നിൽക്കുമോ അതോ തിരിയുമോ? ദൈവം വാതിൽ അടച്ചിട്ടില്ല, ദൈവം കൈ നീട്ടി നിൽക്കുകയാണ്. ദൈവം നിന്റെ മരണം കാത്തിരിക്കുന്നില്ല, നിന്റെ മടങ്ങി വരവാണ് അവൻ കാത്തിരിക്കുന്നത്. ഇന്ന് തിരിയുന്നവർക്ക് നാളെയുടെ ഭയം വേണ്ട, കാരണം തിരിയുന്നവർക്കാണ് ജീവിതം ദൈവം നൽകുന്നത്. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ നാശത്തിലല്ല, ഞങ്ങളുടെ മടങ്ങി വരവിലാണ് നിനക്ക് സന്തോഷമെന്ന് വചനത്തിലൂടെ ഞങ്ങളോട് അറിയിച്ചുവല്ലോ.
ഞങ്ങളെ നശിപ്പിക്കുന്ന വഴികളിൽ നിന്ന് ഞങ്ങളെ തിരിച്ച് ജീവിതത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കഠിനമായ ഹൃദയത്തിൽ നിന്ന് പശ്ചാത്താപത്തോടെ മൃദുവാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ജീവൻ നൽകുന്ന ദൈവമേ, ഞങ്ങളെ തിരിഞ്ഞ് നിത്യജീവിതത്തിലേക്ക് വഴി നടത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.